വെൽക്കം ബാക്ക്. എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമുള്ള ക്രാഫ്റ്റുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഒരു കവറാണ്. ഈ ഒരു കവർ എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടാവും. സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കവറായാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു കവർ എടുക്കുക. ആ കവർ ഇങ്ങനെ 2-3 തവണ മടക്കിയിട്ട് അതിനകത്ത് ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 തവണ ഇങ്ങനെ മടക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലീഫ് ഒറ്റ കട്ടിൽ ഒരുപാട് ലീഫ് ഒരുമിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വൈറ്റ് കളറിനെ എടുക്കണമെന്നില്ല. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കവർ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്നും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇങ്ങനെ ലീഫ് പോലെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് DIY കാണുമ്പോൾ അതുപോലെ ഡിഫറെൻറ്റ് മൾട്ടി കളറിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാം. അത് ഈ വീഡിയോ കാണിക്കുന്ന വിധം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ആദ്യം തന്നെ ഐസ്ക്രീം സ്റ്റിക്സിൻ്റെ 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അത് നന്നായിട്ട് ഗ്ലൂ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു കോൺ ഷേപ്പ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കോൺ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, നമ്മളിങ്ങനെ 2 സൈഡിലും ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൈ കൊണ്ട് അവിടെ പിടിക്കണം കേട്ടോ. എങ്കിലാണ് അത് ശരിക്കും സ്റ്റിക്ക് ആവുള്ളൂ. അല്ലാതെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒത്തിരി നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കണം. അപ്പോൾ അതവിടെ ശരിക്കും ഒട്ടി നിൽക്കും. ഇതുപോലെ കിട്ടും. പിന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു റൂഫ് പോലെയൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു സ്റ്റിക്ക് കളർ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ കളർ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കിട്ടും. കളർ വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് ഇത്തിരി കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ലൈറ്റ് കളർ ത്രെഡ് എടുത്തിട്ട് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് നീളത്തിൽ 4 എണ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇനി വീഡിയോ കാണിക്കുന്നത് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ലീഫ് ഇതുപോലെ നമുക്കിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. താഴെയായിട്ട് നിങ്ങൾക്ക് എത്ര നീളത്തിൽ വേണോ അതുപോലെ നമുക്ക് നീളത്തിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ത്രെഡ് ഒരെണ്ണം എടുത്തിട്ട് നീളത്തിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ത്രെഡ് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു ലീഫിൻ്റെ ഏറ്റവും ഫസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റിലും നടുക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ആ ലീഫ് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ത്രെഡ് വെച്ച് കൊടുത്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 4ഉം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു സംഭവം എടുത്തിട്ട് ഇതിൻ്റെ ഓരോരോ കോർണറിലായിട്ട് നമ്മളിപ്പോൾ ചെയ്തത് ഇങ്ങനെ കെട്ടി കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു DIY ആട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വളരെ സിമ്പിളുമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 4 സൈഡും നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നൂലുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇത് വീടിൻ്റെ ഏറ്റവും നല്ലപോലെ കാറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെയാണ് ഫിക്സ് ചെയ്തത്. ഇവിടെ ഒരു ആർച്ച് പോലെയുണ്ട്, അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു ചെറിയൊരു റോപ്പ് പോലെ വളച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ത്രെഡ് ഇട്ടിട്ട് ഞാനിത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.